എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. ഞാനത് പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. അന്നത്തെ കാലത്ത് ക്ഷേത്ര ആചാരങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിലെ ഉത്സവം വരുന്ന ആ ദിവസങ്ങളിൽ 10 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ ഉത്സവത്തിൻ്റെ പരിപാടികൾ പലതുണ്ട്. കഥകളിയുണ്ട്, ആട്ടമുണ്ട്, തുള്ളലുണ്ട്, ഡാൻസുണ്ട്, അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ട്. ഇതെല്ലാം ഭഗവാന് കാണാനാണ് എന്നാണ് അന്നത്തെ ആചാരം. ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങൾ തുറന്ന് ഇരിക്കുകയാണ്. പരിപാടി 11 മണിയൊക്കെ ആകുമ്പോൾ തീരും. അതിനുശേഷമാണ് ശ്രീഭൂതബലി വിളക്ക് എഴുന്നള്ളിപ്പ്. അപ്പോൾ അന്ന് പിള്ളേരെല്ലാം എണീച്ച് വിളക്കെല്ലാം കത്തിച്ച്, കാക്ക വിളക്ക് കത്തിച്ചിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അതിന് ശേഷം അമ്പലം അടച്ച് ഭഗവാനെ പറക്കാനായിട്ട് അമ്പലം അടച്ചിട്ട് പോവുകയാണ്. പിന്നീട് രാവിലെ വെളുപ്പം രാവിലെയാണ് തുറക്കുന്നത്. കാലം മാറിയപ്പോൾ ഭഗവാൻ ഉറങ്ങിക്കിടങ്ങുന്ന സമയത്ത് ശബ്ദങ്ങൾ പാടില്ല എന്നാണ് ശാസ്ത്രവിധി. ഉറങ്ങുന്ന സമയത്ത് ബഹളമൊന്നും പാടില്ല. അപ്പോൾ പരിപാടിയൊക്കെ അതിന് മുമ്പാണ് നടത്തുന്നത്. അതിനുശേഷം അമ്പലം അടയ്ക്കുകയാണ്. പിന്നീട് വരുന്ന കാലങ്ങളിൽ 8 മണിയാകുമ്പോൾ അമ്പലം അടച്ച്, അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ അമ്പലം അടച്ചതിന് ശേഷം ഭഗവാനെ ഉറക്കിയതിന് ശേഷമാണ് പരിപാടി. ഭയങ്കര ശബ്ദമാണ്. അന്നത്തെ കണക്കല്ലല്ലോ. എന്നാൽ ഭയങ്കര ശബ്ദത്തിലാണ് പരിപാടികൾ വയ്ക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസവും ഭയങ്കരമായൊരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഭഗവാൻ ഉറങ്ങിയതിന് ശേഷം ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ദേവന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പരിപാടി അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പേ തീർക്കണം. അതല്ല എങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ മാത്രം നടത്തിയതിന് ശേഷം, ക്ഷേത്രം അടച്ചതിന് ശേഷം നിശബ്ദമായിട്ട് ഉള്ള അന്തരീക്ഷമാണ് വേണ്ടുന്നത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനിന്ന് ഓർത്തു പോകുന്നുണ്ട് പഴയ കാലം. ഇന്ന് എല്ലാം തല തിരിഞ്ഞായിട്ടാണ് കാണുന്നത്.